വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാർ നയം. എന്നാൽ KSEBക്ക് അങ്ങനെ ഒരു നയമുണ്ടോ എന്ന് സംശയമാണ്. കൊല്ലം കുണ്ടറയിലെ ട്രെയിലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് KSEB ആവശ്യപ്പെട്ടത് 25 ലക്ഷമാണ്. പ്രതിസന്ധിയിലായതോടെ കേരളം വിടാനൊരുങ്ങി ടൈലറിംഗ് പാർക്ക്. തയ്യൽ തൊഴിലാളി മേഖലയിലുള്ളവർക്ക് തൊഴിലെന്ന നിലയിലാണ് ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1 വർഷം മുൻപ് കൊല്ലം കുണ്ടറയിലെ മായങ്കോട് ടൈലറിംഗ് പാർക്ക് ആരംഭിച്ചത്. 1000-ഓളം പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥാപനത്തിൽ നിലവിൽ 40 പേരാണ് ജോലി ചെയ്യുന്നത്. സ്ഥാപനം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാൻ 120 കിലോവാട്ട് വൈദ്യുതി ആവശ്യമാണ്. എന്നാൽ 20 കിലോവാട്ട് വൈദ്യുതി മാത്രമാണ് ലഭിക്കുന്നത്. കൂടുതൽ വൈദ്യുതി നൽകണമെങ്കിൽ 25 ലക്ഷം രൂപ നൽകണമെന്നാണ് KSEB പറയുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നു. 2023 മെയ് 7-ാം തീയതി ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ അവറുകൾ ഈ നാട്ടിൽ വന്ന് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചതാണ്, KSEB രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം അടക്കം വൈദ്യുതി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, വൈദ്യുതി മന്ത്രി തുടങ്ങി ഇവരെയെല്ലാം നേരിട്ട് കണ്ട് ഞങ്ങൾ ഇതിൻ്റെ സങ്കട ഹർജി കൊടുത്തെങ്കിലും കുണ്ടറ ഡിവിഷനിലെ KSEBയിൽ നിന്ന് നമുക്ക് കിട്ടിയ മറുപടി ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കത് പണം കെട്ടിവെക്കാതെ തരാൻ കഴിയില്ല. അതേസമയം ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ KSEBക്ക് 5.5 ലക്ഷം രൂപ നൽകാൻ ട്രസ്റ്റ് തയ്യാറാണ്. പക്ഷേ KSEB ഇതിന് തയ്യാറല്ല. മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിമാർക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടും അനുകൂല സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നു. ഇതോടെ ടൈലറിംഗ് പാർക്ക് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ആലോചിക്കുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്നാണ് നമ്മുടെ സർക്കാർ കേരളത്തെ വിളിക്കുന്നത്. എന്നാൽ ഒരു വ്യവസായം നടത്താൻ KSEBയുടെ പിടിവാശി മൂലം സാധിക്കുന്നില്ല. അതാണ് കുണ്ടറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.